അസ്സലാമു അലൈക്കും. മുത്തഅല്ലിമീങ്ങളും അല്ലാത്ത മുഅ്മിനീങ്ങളും നമുക്കൊക്കെയും വരാനിരിക്കുന്ന ഖബർ ജീവിതം ഉണ്ടല്ലോ, അത് നമ്മളെപ്പോഴും പേടിച്ചോണ്ടിരിക്കണം. ഖബർ ജീവിതം വലിയ പ്രയാസകര. മേടയ്ക്ക് പകരം മളമാ സുബ്ഹാന, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സിമാന. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡിൽ റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട് എന്ന് താവ പറഞ്ഞ പ്രകാരം നമ്മളൊക്കെ ഖബർ ജീവിതം വല്ലാതെ പേടിക്കേണ്ടതാ. ഹദീസിൽ ചരിത്രത്തിൽ കാണാം, ഖാൽ ഫഖീഹു അബുൽ ലൈസ് സമർഖന്ദി റഹിമഹുല്ലാ, മൻ അറാദ അൻ യൻജുവ മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കോ ആവശ്യമുണ്ടോ, ഫഅലൈഹി അൻ യുലാസിമ അർബഅത അസിയാ, 4 കാര്യം നിർബന്ധ കൊണ്ടെടുക്കൽ. വയസ്തനിബ അർബഅത അസിയാ, 4 കാര്യം വെടിയൽ നിർബന്ധ. ഫഅമ്മൽ അർബഅത്തുല്ലത്തി യുലാസിമുഹ, കൊണ്ട് നടക്കേണ്ട 4 എണ്ണം. ഫമുഹാഫളത്തു സ്വലവാത്തി, നിസ്കാരം റെഡി ടൈമിൽ നിസ്കരിക്കുക. വസ്സദഖത്തു, ധർമ്മം ചെയ്യുക. വഖിറാത്തുൽ ഖുർആനി വകസറത്തു തസ്ബീഹ്, കൂടുതൽ തസ്ബീഹ് ചെല്ലുക, ഖുർആൻ ഓതുക. ഈ 4 എണ്ണം കൊണ്ട് ഖബർ ജീവിതം രക്ഷപ്പെടും. ഇനി 4 എണ്ണം ഒഴിവാക്കേണ്ടതുണ്ട്. ഫൈനൽ ഹാദിൽ അസിയാ, ഈ വസ്തുക്കൾ തുളീഉൽ ഖബറ വതുവസ്സിഉഹു, ഖബറിനെ വിശാലമാക്കുകയും ഖബറിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. വഅമ്മൽ അർബഅത്തുല്ലത്തി യജ്തനിബുഹ, വെടിയേണ്ട 4 എണ്ണം. ഫൽ കിദ്ബു, കളവ് പറയരുത്, കളവ് ചെയ്യരുത്. വൽ ഖിയാനത്തു, വഞ്ചന. വൻ നമീമത്തു, ഏഷണി. വൽ ബൗലു, മൂത്രം ഒഴിക്കുക. അതായത് മൂത്രം ഒഴിക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നിന്ന് മൂത്രം ഒഴിക്കൽ, അതാവാനാ സാധ്യത. ഫഖദ് റുവിയ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അന്നഹു ഖാൽ, മുത്തനബി പറയാണ്, അല്ലാഹു തആല നിങ്ങൾക്ക് 4 കാര്യം വെറുത്തുന്ന. 1 നിസ്കാരത്തിൽ കളിക്കുക, 2 ഓത്തിൽ അനാവശ്യങ്ങൾ കടത്തിക്കൂട്ടുക, 3 നോമ്പിൽ കുറ്റങ്ങളൊക്കെ ചെയ്യുക, 4 മഖ്ബറയിൽ വെച്ച് ചിരിക്കുക. ഇന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. ഏതായാലും ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കുകയും ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഖബറിൽ രക്ഷപ്പെടുന്നതാണ് ചരിത്രത്തിൽ. അള്ളാഹു എന്നേക്കുള്ള ഒരു ജീവിതം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.